ഹലോ! മെയ് 15-ാം തീയതി ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂട്ടായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്പേസിൽ പോകണമെന്നുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ പോയിട്ടുള്ളൊരു ബൊഫറ്റ് ഡൈനിങ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു. അത് കോസ്മോ എന്ന് പറയും. അത്യാവശ്യം നല്ല ഫേമസ് ആണ് കോസ്മോ ചെയിൻ എന്ന് പറയുന്നത് ഈ ബുഫറ്റ് രീതിയിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ലിവർപൂളിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ പാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഡിന്നർ ഡേറ്റ് പ്ലാൻ ചെയ്തത്. അപ്പം ഡിന്നർ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ, ലഞ്ച് ആവട്ടെ, ഡിന്നർ ആവട്ടെ, നമുക്ക് ഏത് സ്ലോട്ട് വേണം നമുക്ക് ചൂസ് ചെയ്യാം. ഓരോന്നിനും അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ഡേ അനുസരിച്ച്, ടൈം അനുസരിച്ച്, പിന്നെ ഏജ് കാറ്റഗറി അനുസരിച്ചൊക്കെ ഈ പ്രൈസിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് പെർ പേഴ്സൺ ആയത് 16 പൗണ്ടാണ്. അപ്പോൾ 2 പേർക്കും കൂടെ എങ്ങനെ പോയാലും 40 പൗണ്ടിൽ താഴെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു വൈഡ് സെലക്ഷൻ ഓഫ് ഫുഡൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കോസ്മോയിലാണ് കുറച്ചും കൂടെ വെറൈറ്റി ഫുഡ്സ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, പിന്നെ മെയിൻ കോഴ്സ് ഉണ്ട്, പിന്നെ ഡെസേർട്ട്സ് ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മെയിൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ് എൻ്റെ പാത്രത്തിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ ഇതിന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പറ്റൈറ്റ് ഭയങ്കര പുവറാണെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് തിന്നാനൊന്നും പറ്റാത്ത ആൾക്കാർ, കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ് നിറയുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമുക്കിതൊരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യുസീൻസ് പരിചയപ്പെടാനായിട്ട് നല്ലൊരു അവസരമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് തിന്നാൻ അങ്ങനെ പറ്റാത്ത ആളുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫില്ലിംഗ് ആവും. ബാക്കി എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലേറ്റിൽ ബാക്കി വരുന്നത് ഞാൻ വേസ്റ്റാക്കി കളയുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ ഇത് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് അല്ലെങ്കിൽ 2 ഫുഡ് വാങ്ങിച്ച് അത് ആസ്വദിച്ചങ്ങ് തിന്നുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളൊരു ഫുഡ് പ്രിയനാണ്, ഒരുപാട് ഫുഡ് നിങ്ങൾക്ക് പോകുമെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. നിങ്ങൾക്ക് പോവാം. കോസ്മോ ആണെങ്കിൽ ഒന്നുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഇതും, പക്ഷേ നിങ്ങൾക്ക് വെറുതെ ട്രൈ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് പാൻ കേക്ക്സ്, ക്രീപ്സ്, പിന്നെ പിസ്സ, പിന്നെ നൂഡിൽസൊക്കെ നമ്മൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അടിപൊളിയാക്കി ഫ്രൈ ചെയ്ത്, അങ്ങനെ പാൻ ഫ്രൈ ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ എന്താണ്, ഇവരുടെ ഡെസേർട്ട്സ് ആയാലും ഒരുപാട് കട്ട് ഫ്രൂട്ട്സും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ്, ചോക്ലേറ്റ് ഫൗണ്ടൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് ഇവിടെ നമ്മുടെ UK സാധാരണ ഉള്ള സ്റ്റാർട്ടേഴ്സ് ഒക്കെ ആയിരുന്നു നമുക്കിവിടെ കിട്ടിയത്. മെയിൻ കോഴ്സാണ് ഞാനിപ്പോൾ കറങ്ങിത്തിരിഞ്ഞൊക്കെ എടുത്തത്. പിന്നെ സൂപ്സ് ഉണ്ടായിരുന്നു. മൊത്തം കൂടി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു ക്ലബ്ബിൽ പോയി ഞങ്ങളൊരു ഡ്രിങ്കൊക്കെ കുടിച്ചു. അതിൻ്റെ പിക്ചേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു നൈസായിട്ടുള്ളൊരു ഇതായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റാർട്ടേഴ്സിൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. പക്ഷെ എനിക്ക് തിന്നാൻ വയ്യ. എൻ്റെ തൊട്ടിപ്പുറത്ത് എൻ്റെ പാൻ കേക്കും ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് കഴിക്കാൻ ഒട്ടും വയ്യ. അപ്പം എൻ്റെ ഡെസേർട്ടിൻ്റെ പ്ലേറ്റ് ഇതായിരിക്കുന്നു. ഐസ്ക്രീംസും പിന്നെ കട്ട് ഫ്രൂട്ട്സും കേക്ക്സും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. അപ്പം നിങ്ങൾ അടിപൊളിയായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ സൂപ്പർ സംഭവമാണ്. പോയി എൻജോയ് ചെയ്യുക തന്നെ വേണം കേട്ടോ. ആൻഡ് അത്രയേ ഉള്ളൂ ഞങ്ങളുടെ